ഈയിടെയായി സഞ്ചരിക്കുന്ന വാഹനങ്ങളും നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളും കത്തുന്നു എന്ന വാർത്ത കൂടി വരുന്നു. നമ്മുടെ സഹോദരങ്ങൾ വെന്തു മരിക്കുന്ന ഒരു ഭയാനക അവസ്ഥ. ഇത് സംഭവിക്കുന്നത് എങ്ങനെയെന്ന് സംബന്ധിച്ച ഒരു വീഡിയോയാണ് ഇന്ന്. വാഹനങ്ങളുടെ ഹൃദയം എഞ്ചിനാണെങ്കിൽ അതിലെ നാഡീ ഞരമ്പുകളാണ് വയറുകൾ. ഡൈനാമോ ആണ് ഏതൊരു വാഹനത്തിനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വയറുകളിൽ കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പഴയ വാഹനങ്ങളിൽ ലൈറ്റ് പ്രവർത്തിപ്പിക്കാനും ഹോണ്, സ്റ്റീരിയോ എന്നിവയ്ക്കും വേണ്ടി മാത്രമായിരുന്നു വൈദ്യുതി ഉപയോഗിച്ചിരുന്നതെങ്കിൽ ആധുനിക വാഹനങ്ങളിൽ അങ്ങനെയല്ല. സെൻസറുകൾ അവിഭാജ്യ ഘടകമായ ഇത്തരം വാഹനങ്ങളിൽ ഏതാണ്ട് 90% കാര്യങ്ങളും ഇലക്ട്രോണിക്സ് ആണ്. ഇനിയാണ് കാര്യം. വാഹനപ്രേമികളാണ് നമ്മിൽ ഭൂരിഭാഗം ആൾക്കാരും. കൂടാതെ ലാഭം നോക്കി സാധനങ്ങൾ വാങ്ങുന്നവരും. ഉദാഹരണം, ഇന്ന് 500 രൂപ മുതൽ 10,000, 20,000 എന്നിങ്ങനെ പല വിലയിലുള്ള സ്റ്റീരിയോകൾ ആഫ്റ്റർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ വില കൂടുന്നതിനനുസരിച്ച് ഇവയുടെ ക്വാളിറ്റികളിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. കുറഞ്ഞ വിലയുടെ ആഫ്റ്റർ മാർക്കറ്റ് ഇലക്ട്രോണിക്സ് വാങ്ങുന്നതിലൂടെ ഇത്തരം അപകടങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നു. എക്സ്പേർട്ടുകളല്ലാത്ത മെക്കാനിക്കുകൾ ഇവ വാഹനത്തിൽ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ കൂടി വേണം. അതായത് ഒരു വസ്തു പ്രവർത്തിക്കാൻ ആവശ്യമായ കറണ്ട് പ്രയോഗിക്കാൻ ആ കറണ്ടിനെ താങ്ങുന്ന വയറുകളാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത പക്ഷം കുറഞ്ഞ ഗേജുള്ള വയറുകളിലൂടെ കൂടുതൽ വൈദ്യുതിയെ കടത്തിവിടുമ്പോൾ വയറ് ചൂടാകാനും വയറിൻ്റെ പുറത്തെ പ്ലാസ്റ്റിക് കോട്ടിങ് തീപിടിച്ച് വാഹനം കത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒരു ഫ്യൂസ് പോസിറ്റീവ് ലൈനിൽ ഘടിപ്പിച്ചാൽ ഒരു പരിധിവരെ ഈ പ്രശ്നം പരിഹരിക്കാം. ഇത് ഒരു കാരണം. മറ്റൊന്ന്, കാലപ്പഴക്കം വരുന്തോറും വാഹനങ്ങളിലെ ഫ്യുവൽ പൈപ്പുകളിൽ ഉണ്ടാകുന്ന ലീക്കേജ്, എൻജിൻ ഓയിൽ ലീക്കേജ് എന്നിവ വാഹനങ്ങൾ തീപിടിക്കാൻ ഉള്ള ഊർജം നൽകുന്നു. ബാറ്ററിയിൽ നിന്നും നെഗറ്റീവ് കണക്ഷൻ ബോഡിയിലേക്ക് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാറാണ് എല്ലാ വാഹനങ്ങളിലും ചെയ്യാറ്. പോസിറ്റീവ് വയർ സ്ലീവ് ഇട്ട് ബോഡിയിൽ ഉരയാത്ത വിധം വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പോകുന്ന കറണ്ട് ഉള്ള വയറുകളിൽ ബോഡിയിൽ ഉരയുന്നില്ല എന്ന ഉറപ്പ് വരുത്തുകയാണ് മറ്റൊരു കാര്യം. ഇടയ്ക്ക് വാഹനത്തിൻ്റെ ബോണറ്റ് ഉയർത്തി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. വാഹനം നിർത്തി ഇറങ്ങുമ്പോൾ ഫ്യൂവൽ സ്മെൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. വില അല്പം കൂടിയാലും ബ്രാൻഡഡ് ഇലക്ട്രോണിക്സ് വാങ്ങി ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബ്രാൻഡഡ് ആയതുകൊണ്ട് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യാനിടയില്ല. വിശ്വാസ്യത ഉള്ള ഇടങ്ങളിൽ അത് ഫിറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പല കാരണങ്ങളുമാണ് വാഹനം തീപിടിക്കാൻ കാരണം. നമുക്കറിയില്ലെങ്കിൽ നല്ല സർവീസ് എക്സ്പെർട്ടുകളെ കൊണ്ട് ഇടയ്ക്ക് വാഹനം ചെക്ക് ചെയ്യിപ്പിക്കുക. ആരുടെയും ജീവിതം നഷ്ടപ്പെടരുത്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.